ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹരി ബിന്ദി എന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഹരി ബിന്ദി എന്ന ഈ സ്റ്റോറി രചിച്ചിട്ടുള്ളത് മൃദുല ഗർഗാണ്. അപ്പോൾ മൃദുല ഗർജി ജനിച്ചത് എന്നാണ് 25 ഒക്ടോബർ 1938 ജനിച്ചത്. അർത്ഥശാസ്ത്രത്തിൽ MA ചെയ്തിട്ടുണ്ട്, അതായത് BA എക്കണോമിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. उनकी कहानियों में नारी की मानसिकता की विभिन्न परतें अत्यंत सूक्ष्मता एवं शालीनता के साथ खुलती जाती है. അപ്പോൾ മൃദുല ഗർഗിൻ്റെ കഹാനി സ്റ്റോറീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരി കി മാനസികത, സ്ത്രീകളുടെ മാനസികാവസ്ഥയുടെ വിഭിന്നമായ ലെയേഴ്സ് വളരെ സൂക്ഷ്മമായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. വളരെ സൂക്ഷ്മമായിട്ടാണ് അതിൽ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത് സ്റ്റോറീസിൽ. अपने चारों ओर फैले मनुष्य जीवन की विभिन्न संबंधों की सूक्ष्मता को परिवर्तित परिवेश में अनुभव कर रहे घुटन को और रूढ़ मान्यताओं से जर्जरित व्यक्ति की असहाय स्थिति को अत्यंत बारीकी से लेखिका कहानी में गूंथती जाती है. അപ്പോൾ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, അതിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഉള്ള ആളുകളുടെ ഘുട്ടൻ എന്ന് പറഞ്ഞാൽ സഫക്കേഷൻ, അതുപോലെ തന്നെ നിസ്സഹായനായ വ്യക്തിയുടെ ഒരു സ്ഥിതി, അവസ്ഥ, ഇതെല്ലാം തന്നെ വളരെ ഫൈനായിട്ട്, ബാരീക്ക് എന്ന് വെച്ചാൽ വളരെ ഫൈനായിട്ടുള്ള രീതിയിൽ ലേഖിക കഹാനിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് മൃദുല ഗർഗിൻ്റെ പ്രസിദ്ധ കൃതികളാണ് ദുനിയാ കാ കായിദ, ടുക്ഡ ടുക്ഡ ആദ്മി, ഡാഫുഡിൽ ജൽ രഹേ ഹെ, ഗ്ലേഷിയർ സെ ഉർഫ് മെയിം, ഷെഹർ കെ നാം, ഹരി ബിന്ദി. അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെങ്കിലും പേര് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. ഹരി ബിന്ദി. हरी बिंदी എന്ന് വെച്ചാൽ പച്ച പുട്ട്. आँख खुलते ही आदतन नजर सबसे पहले कलाई पर लगी घड़ी पर गई सिर्फ 6:30. അപ്പോൾ കണ്ണ് തുറന്നപ്പോൾ എന്നുമുള്ള ഒരു ശീലം അനുസരിച്ചിട്ട് നോക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് നോക്കിയത് എവിടേക്കാണ്? കയ്യിലുള്ള വാച്ചിലേക്കാണ്. വാച്ചിൽ നോക്കിയപ്പോൾ 6:30 ആയിട്ടുള്ളൂ. उसने फौरन आंखें दोबारा कसकर बंद कर ली और इंतजार करने लगी कि अब पलंग चरमराएगा और आवाज आएगी, उठना नहीं है क्या. അപ്പം അവൾ എന്ത് ചെയ്തു? ഒന്നും കൂടെ കണ്ണടച്ച് കിടന്നുറങ്ങി. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കട്ടിലിൻ്റെ ശബ്ദം കേൾക്കും, എന്നിട്ട് എന്നോട് ചോദിക്കും എഴുന്നേൽക്കുന്നില്ലേ എന്ന്. पर जब कुछ देर चुप्पी बनी रही तो आंखें खोलकर देखा. പക്ഷെ അങ്ങനെ ആരും ഒന്നും ചോദിക്കാതെ ആയപ്പോൾ എഴുന്നേറ്റ് നോക്കി. पर बिस्तर पर वह अकेली है. ओ हाँ, कल रात ही तो രാജൻ ദില്ലി ഗയാ ഹെ, യാദ് ഹി നഹി ഹെ. അപ്പോഴാണ് ശബ്ദമൊന്നും വരാതെ ആയപ്പോൾ എണീറ്റ് നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത്, ഓ രാജൻ ഇന്നലെ ഡൽഹിക്ക് പോയിരുന്നല്ലോ എന്ന്, അത് മറന്നിരിക്കുകയായിരുന്നു. तो अब उठने की कोई जल्दी नहीं है. उसने ढेर सारी हवा गालों में भरकर एक लंबी सांस छोड़ी और पूरे बिस्तर पर एक बार लौट गई. അപ്പം ഇനിയിപ്പോൾ ഇന്ന് രാജന് ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം ഞാനിനി ഇന്ന് നേരത്തെ ഒന്നും എഴുന്നേൽക്കണ്ട എന്നുള്ള മട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ഒരു ലേഡി, ഈ ലേഡിയാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. പക്ഷെ ലേഡിയുടെ പേര് എവിടെയും തന്നെ മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെ ഇന്ന് നീ നേരത്തെ എണീറ്റിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡീപ്പായിട്ടൊന്ന് ശ്വാസം എടുത്തിട്ട് ആ ബെഡിൽ ഫുള്ളായിട്ട് ഒന്ന് കിടന്ന് ഉരുണ്ടു. दूसरे सिरे पर जाकर मुंह पर बाह रखकर लेटी तो कानों में घड़ी की टिक टिक तीव्रता से बज उठी. അപ്പോൾ കട്ടിലിൻ്റെ മറ്റേ അറ്റത്തേക്ക് മുഖം വെച്ചിട്ട്, കൈയിൻ്റെ മുകളിൽ മുഖം വെച്ചിട്ട് കിടന്നപ്പോൾ ചെവിയിൽ വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി. वह मुस्कुरा दी. उसे कलाई पर घड़ी बांधकर सोने की आदत है. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ക്യാരക്ടർ, ഈ ലേഡി ഒന്ന് പുഞ്ചിരിച്ചു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കയ്യിൽ ഈ വാച്ച് കെട്ടിയിട്ട് കിടക്കുന്ന ഒരു ശീലമുണ്ട്. ആദത്ത് എന്താണ്? ഹാബിറ്റ്, ശീലം. രാജൻ റോസ് छिड़कर कहता है, यह क्या सारी रात कान के पास टिक टिक होती रहती है, इसे उतारो ना. രാജനാണെങ്കിൽ എന്നും പറയാറുണ്ട്,
എന്തെന്ന് എന്നും എന്താണ് ഈ ചെവിയുടെ ഭാഗത്ത് ഒരു ടിക് ടിക് ശബ്ദം കേൾക്കുന്നത്, നിനക്ക് ഈ വാച്ച് ഒന്ന് ഊരി വെച്ചിട്ട് ഉറങ്ങിക്കൂടെ എന്ന്. അപ്പൊ രാജൻ എന്ന് പറയുന്നത് ഈ ലേഡിയുടെ ഹസ്ബൻഡാണ്. ഉസ്നെ ബാ ഉഠാ ലി, तकिया खींचकर पेट के नीचे दबा लिया और लंबे चौड़े पलंग पर बाहें फैलाकर औंधी लेट गई. അപ്പം കൈയൊക്കെ ഒന്ന് നിവർത്തിയിട്ട് പില്ലോ എടുത്തിട്ട് വയറിന് താഴെ വെച്ചു. എന്നിട്ട് വീണ്ടും ആ ബെഡിൽ സുഖമായിട്ട് കിടക്കാണ്. ഉഫ്, സുബ ദേർ തക് സോനെ മേ കിത്ന ആനന്ദ് ഹെ. ഓ, രാവിലെ കുറേ നേരം ഉറങ്ങുന്നതിൽ എന്തൊരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് എന്ന് പറയാണ്. ഭയങ്കര സന്തോഷമാണ്. राजन होता है तो सुबह 6-6:30 बजे से ही खटर पटर शुरू हो जाती है. खाने चाय नाश्ते की तैयारी और 8 बजे तक दफ्तर के लिए റുക്സത്ത്. അപ്പം രാജനുള്ള സമയത്താണെങ്കിൽ 6 മണി 6:30 ആകുമ്പോഴേക്കും എണീറ്റിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. കാരണം ഫുഡ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കണം, ഇതെല്ലാം വേണം. നാ ജാനെ യ രാജൻ കോ ജൽദി ഉഠ്നെ കാ ക്യാ മർസ് ഹെ. അപ്പോൾ രാജനെ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ ഫീവർ എന്താണുള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയാണ്. खैर आज वह स्वतंत्र है, जो चाहे करे. उसने शरीर को ढीला छोड़ दिया और दोबारा सोने की तैयारी करने लगी. നമ്മുടെ മെയിൻ ക്യാരക്ടർ വിചാരിക്കുകയാണ്, ഓ ഇന്നിനിപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഞാനിന്ന് സ്വതന്ത്രയാണ്, അപ്പം എനിക്കിന്ന് ഇഷ്ടമുള്ളത് ചെയ്യാലോ. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ആ ബെഡിൽ കിടക്കാണ്. ഒന്നും കൂടിയും ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഉറങ്ങാലോ എന്ന് കരുതിയിട്ട്. फिर जब आँख खुली तो 8:30 बज चुके थे. പിന്നീട് കണ്ണ് തുറന്നപ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു. उसने एक प्याला चाय बनाई और खिड़की का पर्दा हटाकर बाहर जागने लगी. അപ്പം തനിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ചായ ഉണ്ടാക്കി, എന്നിട്ട് കേർട്ടൻസ് നീക്കിയിട്ട് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കാനായിട്ട് തുടങ്ങി. ദൂർ തക് ധുന്ദ് ഛായി ഹുയി ഹെ, ആജ് ജറൂർ ബർസാത്ത് ഹോഗി. അപ്പം ഇങ്ങനെ ഒരു മഞ്ഞ കാലാവസ്ഥയാണ്, അതായത് മേഘങ്ങൾ മൂടിക്കിടക്കാണ്, അതുകൊണ്ട് ഇന്ന് എന്തായാലും മഴ പെയ്യുമെന്ന് വിചാരിക്കുകയാണ്. उसने सोचा उसे धुंध बहुत भली लगती है. जब मालूम नहीं पड़ता कि वहाँ कुछ दूर पर क्या है तो अनायास ही आशा होने लगती है कि कोई अनुपम और मोहक वस्तु होगी. मैं भी खूब हूँ, उसने मुस्कुराकर सोचा. मुझे धुंध में खुलापन लगता है, सूर्य के प्रकाश में घुटन. അപ്പം ഈ ഒരു ലേഡിക്ക് എന്താണ് ധുന്ത്, അതായത് മഴക്കാലം അല്ലെങ്കിൽ ഇങ്ങനെ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാല് ദൂരെ വരെ ഇങ്ങനെ മൂടിക്കെട്ടി മങ്ങിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ അപ്പുറത്തുള്ളത് എന്താന്ന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അടുത്ത്, അതായത് അപ്പോൾ ദൂരെ എന്താണ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളൊരു ഹോപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഈ കാലവർഷം ഈ ക്യാരക്ടറിന് വളരെ ഇഷ്ടം. എന്നിട്ട് സ്വയം അവള് പറയാണ്, എന്താണ് മേ ബി ഖൂബ് ഹൂം, ഞാൻ ഒരു സംഭവം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് ധുന്തില് ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥയിലാണ് ഖുലാപ്പൻ, അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. അതേസമയം സൂര്യന്റെ പ്രകാശത്തില് എനിക്ക് സഫക്കേഷൻ ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ റെയർ ആയിട്ടുള്ള ഒരു ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. चाय पीकर गर्म पानी से देर तक नहाया जाए, उसने सोचा और इसी विचार से बाल्टी भरने लगी. पर फिर सहसा ठंडे पानी की फुहार ही अपने ऊपर छोड़ ली. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വാം വാട്ടർ ഒക്കെ എടുത്ത് കുറേ നേരം നിന്ന് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, തണുത്ത വെള്ളം തന്നെ തൻ്റെ മേലോട്ട് ഒഴിച്ചു. दांत किटकिटाते किटकिटाते वह एक गजल गुनगुनाने लगी. बड़े तौलिए से खूब रगड़कर शरीर पहुंचा. അപ്പോൾ തണുപ്പുള്ള വെള്ളമാണല്ലോ ദേഹത്തൂടെ ഒഴിച്ചത്, അതുകൊണ്ട് പല്ലൊക്കെ ഇങ്ങനെ വിറച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വിറച്ചുകൊണ്ട് ഒരു ഗസലൊക്കെ മൂളിക്കൊണ്ടാണ് വരുന്നത്. ഗുൻഗുനാന എന്ന് വെച്ചാൽ മൂളുക, മൂളിപ്പാട്ട് പാടുക. അപ്പോൾ അങ്ങനെ വരികയാണ്. എന്നിട്ടൊരു വലിയ ടവൽ എടുത്തിട്ട് ശരീരം മുഴുവൻ തുടച്ചു. ആജ് ഏക് അദ്ഭുത് സ്ഫൂർത്തി और उत्साह का अनुभव हो रहा है. അപ്പോൾ ഇന്ന് വളരെ ഉത്സാഹം തോന്നുന്നു. नीले रंग का कुर्ता और चूड़ीदार पैजामा पहना तो नीले रंग की बिंदी माथे पर लगाने को हाथ बढ़ गया. അപ്പോൾ കുളിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ബ്ലൂ കളറിലുള്ള ചുരിദാർ അതുപോലെ തന്നെ പൈജാമയാണ് ഇട്ടത്. അപ്പോൾ ബ്ലൂ കളറിലുള്ള ഒരു പൊട്ട് തന്നെ തൊടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു.
फिर न जाने क्या सोचकर उसे छोड़ दिया और एक बड़ी सी हरी बिंदी लगा ली. പിന്നെ എന്തോ ആലോചിച്ചിട്ട് എന്നാ ബ്ലൂ പൊട്ട് തൊടണ്ട, അതിന് പകരം ഒരു ഗ്രീൻ പൊട്ട്, ഒരു ഗ്രീൻ ബിന്ദി വെക്കാമെന്ന് തീരുമാനിച്ചു. രാജൻ ഹോത്താ തോ കെഹത്ത നീലെ പർ ഹര ക്യാ തുക് ഹെ. അപ്പൊ രാജൻ ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, ഈ ബ്ലൂ ഡ്രസ്സിന്റെ കൂടെ നീ ഗ്രീൻ ബിന്ദിയാണോ വെച്ചിരിക്കുന്നത്, എന്ത് മാച്ചാണ് ഉള്ളത് എന്ന്. ദർപ്പൺ മേ ദിഖ് രഹി അപ്നി ഹി പ്രതിച്ഛായ കോ जबान निकालकर चिढ़ा दिया, कहा तुक की क्या तुक है, और खुद ही खिलखिलाकर हंस पड़ी. അപ്പോ തന്റെ തന്നെ മിററിലുള്ള ഇമേജിനെ ഒന്ന് കളിയാക്കി, എന്നിട്ട് പറഞ്ഞു മാച്ചിന് എന്ത് മാച്ചാണുള്ളത് എന്ന്. തനിയെ തന്നെ ചിരിക്കാനായിട്ട് തുടങ്ങി. ദരാജ് ഖോല तो नजर बालों पर पड़ गई, उठाकर कानों में लटका लिए. विवाह के बाद से पहनने छोड़ दिए थे, नकली है ना, और जरूरत से ज्यादा बड़े, രാജൻ कहता है. ഷെൽഫ് തുറന്നപ്പോഴാണ് ഒരു ഇയർ റിങ്സ് കണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതെടുത്തിട്ട് ചെവിയിൽ ഇട്ടു. അതാണെങ്കിൽ വിവാഹം കഴിഞ്ഞപ്പോൾ അത് യൂസ് ചെയ്യാറില്ല, പിന്നെ അത് ആവശ്യത്തിലും കൂടുതൽ വലുതാണ്, പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോൾഡ് അല്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം രാജനും പറയാറുണ്ട് ഭയങ്കര വലുതാണല്ലോ എന്ന്. അപ്പം അത് ഇടാറില്ല കുറെ നാളായിട്ട്. एक पुराना बैग हाथ में थाम कर झटपट कर बाहर निकल आई. ഒരു പഴയ ബാഗും കൂടി എടുത്തിട്ട് പുറത്തോട്ട് വന്നു. बरामदे में मुंडू बैठा आराम से सिगरेट फूंक रहा था राजन की. उसे देखती ही हथेली में छिपा ली, संजीदगी से बोला खाना क्या बनाऊं. അപ്പം വരാന്തയില് മുണ്ടു ഇരുന്നിട്ട് രാജന്റെ സിഗരറ്റ് വലിക്കായിരുന്നു. അപ്പം രാജന്റെ വൈഫിനെ കണ്ടപ്പോൾ, നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ കണ്ടപ്പോൾ ഈ സിഗരറ്റ് കയ്യിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇന്ന് എന്താണ് ഞാൻ ഉണ്ടാക്കേണ്ടത്, ഫുഡ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന്. കുച്ച് നെഹി ഉസ്നെ കഹാ നെഹി ഖായെങ്കെ തുമ്ഹാരി ചുട്ടി. അപ്പം ലേഡി പറയാണ്, ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് നിനക്ക് ലീവാണ്, ഞാൻ ഇന്ന് ഇവിടുന്നല്ല ഫുഡ് കഴിക്കണേ. मुंडू की घबराई सूरत देखकर वह हंस पड़ी और बोली, मेरा मतलब जो तुम्हें अच्छा लगे बना लेना, तुम्हें ही खाना है, चाहे खाओ चाहे छुट्टी मनाओ. അപ്പോൾ മുണ്ടു പേടിച്ചു. അത് കണ്ടപ്പോൾ ഈ ലേഡി പറയാണ്, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് നിനക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കഴിച്ചോളൂ, കാരണം അത് നീ തന്നെയാണ് കഴിക്കേണ്ടത്, നിനക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നീ എന്ന് ലീവ് എടുത്തോളൂ എന്ന് പറയാണ്. ബിനാ ഇസ്കി ചിന്ത കിയേ കി ठीक कहाँ जाएगी या क्या करेगी, वह सड़क पर कुछ दूर चलती गई. അപ്പോൾ ഇന്ന് എന്ത് കഴിക്കും, ഇന്ന് എങ്ങോട്ട് പോകുമെന്നൊന്നും ആലോചിക്കാതെ, ഇന്ന് എന്ത് ചെയ്യും എന്നൊന്നും ആലോചിക്കാതെ ഈ ലേഡി എന്ത് ചെയ്തു, റോഡിലൂടെ കുറച്ച് ദൂരം നടന്നു. बस इतना जरूर जानती है कि आज का दिन यूं ही नहीं जाने देगी. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം വെറുതെ സ്പെൻഡ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. कुछ तय करने के पहले ही वर्षा आरंभ हो गई. उसने कुछ दूर भागकर टैक्सी को आवाज लगाई और भीतर घुसकर सोचने लगी, अब टैक्सी ली है तो कहीं ना कहीं जाने को कहना ही पड़ेगा ना. അങ്ങനെ ഇത് ആലോചിച്ച് നിൽക്കാണ്, എവിടേക്ക് പോകുമെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തപ്പം ടാക്സിയുടെ അവിടേക്ക് പോയിട്ട് ഒരു ടാക്സിയിൽ കയറിയിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു ടാക്സി വിളിച്ചല്ലോ, ഇനിയിപ്പോ എവിടേക്കെങ്കിലും പോവണം നിർബന്ധമല്ലേ, കാരണം ടാക്സി വിളിച്ചു, അതിൽ കയറിയിരുന്നു, ഇനിയിപ്പോ എവിടേക്കെങ്കിലും പോകണമല്ലോ. അപ്പോൾ അതിലിരുന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി ഇപ്പൊ എവിടേക്കാണ് പോവാന്ന്. ജഹാംഗീർ ആർട്ട് ഗാലറി, ഉസ്നെ ജോ സബ്സെ പെഹലെ മുഹ് മേ ആയ വഹി കഹ ദിയ. അപ്പോൾ ജഹാംഗീർ ആർട്ട് ഗാലറി, ആദ്യം വായിൽ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു. ഗാലറി മേ കിസി ആധുനിക് ചിത്രകാർ കി പ്രദർശനി ഹോ രഹി ഥി. ഒരു മോഡേൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ എക്സിബിഷൻ ആണ് ആർട്ട് ഗാലറിയിൽ നടക്കുന്നുണ്ടായിരുന്നത്, മോഡേൺ ആർട്ടിന്റെ ആണ്. വിശേഷ് കുച്ച് സമജ് മേ നഹി ആയ പർ ആനന്ദ് അവശ്യ ആയ. കാര്യമായിട്ടൊന്നും മനസ്സിലായൊന്നുമില്ല, എന്നാലും കുറച്ച് സന്തോഷമൊക്കെ കിട്ടി. ആജ് കുച്ച് ബി കർണേ മേ ആനന്ദ് ആ രഹാ ഹെ, ആനന്ദ് ആ രഹാ ഹെ. ഇന്ന് എന്ത് ചെയ്താലും സന്തോഷാണ്. एक चित्र के आगे वह काफी देर तक खड़ी रही. देखा पूरे कैनवास पर रंग बिरंगी रेखाएं इधर उधर दौड़ी चली जा रही है. അപ്പോൾ ഒരു പിക്ചറിന്റെ മുന്നിൽ അവള് ഒരുപാട് നേരം നിന്നു. നോക്കിയപ്പോൾ പല കളറിലുള്ള രംഗ് ബിരങ്കി എന്ന് പറയുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള രേഖയും ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. अरे उसने सोचा यह तो बिल्कुल मेरे कुर्ते के समान है. वह जोर से हंस पड़ी, इतने जोर से कि पास खड़ा एक
ധടിയൽ ആദ്മി ഉസേ ഘൂർനെ ലഗ. അപ്പോ അയ്യോ ഇത് എന്റെ കുർത്തയുടെ പാറ്റേൺ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ പറഞ്ഞിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത് കേട്ടപ്പോൾ അത്രയും ഉറക്കെയാണ് ചിരിക്കുന്നത്, അടുത്തുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി, അടുത്തുള്ള ഒരാള് തുറിച്ചു നോക്കാനും തുടങ്ങി. कहीं यही तो चित्रकार नहीं है बेचारा, जरूर चित्र अत्यंत त्रासद रहा होगा. അയാളുടെ ദേഷ്യം കണ്ടപ്പോൾ ഈ ലേഡി വിചാരിക്കുകയാണ് ഇനിയിപ്പോ ഇയാളാണോ ചിത്രകാരൻ, അയ്യോ പാവം, ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ട്രാജിക് ആയിട്ട് ഉള്ളതായിരിക്കും എന്ന് പറയാണ്. ഉസ്നെ ചെഹരെ കോ सानुकूल बनाया और दड़ियल के पास जाकर विनम्रता से कहा सॉरी और फौरन बाहर निकल आई. അപ്പം ഇനിയിപ്പോ ഫേസ് ഇത്ര നേരം ചിരിക്കായിരുന്നല്ലോ, അപ്പൊ ഫേസ് ഒക്കെ ഒന്ന് നോർമൽ ആക്കിയിട്ട് ആ അടുത്തുള്ള സീരിയസ് ആയിട്ടുള്ള ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു സോറി എന്ന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വന്നു. ബാഹർ നിക്കൽക്കർ ख्याल आया हो सकता है वह कलाकार ना हो, कोई उद्योगपति हो. दो किस्म के इंसान ही दाढ़ी रखने का साहस कर सकते हैं, कलाकार और സാമന്ത്. അപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ലേഡി ആലോചിക്കുന്നത് ചിലപ്പോ അദ്ദേഹം ആർട്ടിസ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരിക്കും, ഉദ്യോഗപതി ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് ലോകത്തില് രണ്ടാൾക്കാർ മാത്രമാണ് താടി വെക്കുള്ളൂ, ആ താടി വെക്കാനുള്ള സാഹസം ചെയ്യുള്ളൂ. ആരാണ്? ഒന്ന് കലാകാരനും അതുപോലെ തന്നെ ഒന്ന് സാമന്ത്. സാമന്ത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. സാമന്ത് തോ അബ് രഹേ നഹി, ഉൻകാ സ്ഥാൻ ഉദ്യോഗപതിയോ നെ ലേ ലിയാ ഹെ. അപ്പൊ ഈ കാലഘട്ടത്തിൽ സാമന്ത് ഒന്നും ഇല്ല, ഇപ്പോ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇവരാണ് കലാകാരും ഇൻഡസ്ട്രിയലിസ്റ്റും ആയിരിക്കും ഇപ്പൊ ദാടി വെക്കുന്നവര് എന്ന് പറയാണ്. തബ് തോ ദിൻ ഭർ യഹി സോച്ച്താ രഹേഗ ഇസ്നെ സോറി ക്യോ കഹ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാള് ദിവസം മുഴുവനും ആലോചിച്ചുകൊണ്ടിരിക്കും ഈ ലേഡി എന്തിനാണ് എന്നോട് സോറി പറഞ്ഞത് എന്ന്. ഉസ്മേ ബി നഫേ കി ഗുഞ്ചായിഷ് ഢൂണ്ട്താ രഹേഗ. ഇനിയിപ്പോ അതിലും എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ആലോചിച്ചുകൊണ്ടേയിരിക്കും. വह दुगने वेग से हंस पड़ी, फिर देखा वर्षा थमी हुई है और आकाश अभी भी काफी गुस्सैल नजर आ रहा है. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ മഴ നിന്നു കഴിഞ്ഞു, പക്ഷെ ആകാശം ഇപ്പോഴും വളരെ ദേഷ്യമുള്ളതുപോലെയാണ് നിൽക്കുന്നത്. ഗുസ്സേൽ എന്ന് വെച്ചാല് ആംഗ്രി, അതായത് ഇനി മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. പൂരാ ബർസാ നഹി ഉസ്നെ സോച്ച ഓർ ഫിർ സഡക് താം ലി. അപ്പോ മുഴുവൻ മഴ പെയ്തു കഴിഞ്ഞിട്ടില്ല എന്ന് ആലോചിച്ചു, എന്നിട്ട് റോഡിലൂടെ നടക്കാനായിട്ട് തുടങ്ങി. സഡക് കെ കിനാരെ എക് റെസ്റ്റോറന്റ് കോ देखकर याद आया कि काफी जोर से भूख लगी है. അപ്പോൾ റോഡ് സൈഡിലുള്ള ഒരു റെസ്റ്റോറന്റ് കണ്ടപ്പോൾ ആണ് ആലോചിച്ചത്, ഹോ എനിക്ക് വളരെ അധികം വിശപ്പുണ്ട്, ഇന്ന് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ എന്ന്. भीतर जाकर झटपट आदेश दिया, एक गर्मा गर्म टिकिया की प्लेट और एक आइसक्रीम एक साथ. അപ്പോൾ അകത്ത് ചെന്നിട്ട് झटपट आदेश दिया, പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തു. ചൂടോടെ ഒരു പ്ലേറ്റ് ടിക്കിയ അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം, രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാൻ പറയാണ്. ഏക് സാത്ത് ബേരേനെ പൂച്ച. രണ്ടും ഒരുമിച്ചാണോ വേണ്ടേ? വെയിറ്റർ ചോദിച്ചു. ഹാ കോയി ഏത്രാസ് ഹെ ക്യാ. അപ്പോ അതെ രണ്ടും ഒരുമിച്ചാണ് വേണ്ടത്, എന്താ വല്ല തടസ്സം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏത്രാസ് എന്ന് വെച്ചാല് തടസ്സം, തടസ്സം എന്നല്ല സത്യത്തിൽ ഏത്രാസ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എതിർപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജി നെഹി ലായ, അയ്യോ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ഒരുമിച്ച് കൊണ്ടുതരാം എന്ന് പറയാണ്. उसे ठंडा और गर्म साथ खाना बहुत भला लगता है, कहते हैं दांत खराब हो जाते हैं, कितना चटपट काम हो गया आज. राजन रहता है तो बढ़िया जगह बैठकर आराम से खाने की सूची देखने के बाद सोच विचार कर आदेश दिए जाते हैं. അപ്പോ ഈ നമ്മുടെ മെയിൻ ക്യാരക്ടറിന് എന്താന്ന് വെച്ചാല് തണുപ്പുള്ളതും ചൂടുള്ളതും ഒരുമിച്ച് കഴിക്കുന്ന ഒരു ശീലാണുള്ളത്. പറയപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല, പല്ല് കേടാവുന്നൊക്കെയാണ്, പക്ഷെ എന്നാൽ അതാണ് അവൾക്ക് ഇഷ്ടം. അപ്പൊ ഇന്ന് എന്നിട്ട് ആലോചിക്കുകയാണ്, ഈ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് ഇന്ന് എന്ത് പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. രാജനുണ്ടെങ്കിൽ മെനു ഒക്കെ നോക്കി എല്ലാം അനലൈസ് ചെയ്ത് എത്ര ടൈം എടുത്തിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്യുക. ഇന്ന് നോക്കൂ, ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എല്ലാം വളരെ സ്പീഡിൽ കഴിഞ്ഞു എന്ന് ആലോചിക്കുകയാണ്. ഖാക്കർ ബാഹർ നിക്ലി തോ സോച്ചാ കിസി पास वाले सिनेमा घर में पिक्चर देख ली जाए. किस्मत से अंग्रेजी की एक पुरानी മസാക്കിയ പിക്ചർ ലഗി മിൽ ഗയി. അപ്പം ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ആലോചിച്ചത് അടുത്തുള്ള തിയേറ്ററിൽ ഒരു മൂവി കണ്ടാലോ എന്ന്. അപ്പോഴാണ് അവിടെ ഒരു
പണ്ടത്തെ ഇംഗ്ലീഷ് മൂവി പ്ലേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് മൂവി അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു കോമഡി ഫിലിമാണ്. ഡാനി കെ എന്ന് പറഞ്ഞ മൂവിയാണത്. രാജൻ कहता है ना जाने तुम्हें कैसे पसंद है मुझे तो उसके बचपने पर हंसी नहीं आती. അപ്പോൾ രാജൻ ഈ മൂവി കാണുമ്പോൾ ചോദിക്കാറുണ്ട്, നിനക്ക് ഇതിൽ എന്താണ് ഇഷ്ടപ്പെടുന്നത്, നിനക്ക് ഇതിൽ എന്ത് കണ്ടിട്ടാണ് ചിരി വരുന്നത്? എനിക്ക് അവരുടെ ആ കുട്ടികളി കണ്ടിട്ട് ചിരിയൊന്നും വരാറില്ല. पर उसे तो आती है, खूब आती है, और फिर हंसी पर हंसी आती है, कभी कभी बेबाद आती है जैसे आज. അപ്പോ ഈ നമ്മുടെ ക്യാരക്ടറിന്റെ മെയിൻ ക്യാരക്ടറിനാണെങ്കിൽ ഇത് കണ്ടാല് ഭയങ്കര ചിരിയാണ്. ചിരിച്ച് വീണ്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ആലോചിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞ ഒരു ആവശ്യമില്ലാണ്ടും ചിരിക്കും. ഇന്നത്തെ പോലെ കണ്ട ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിലൊക്കെയാണ് വെറുതെ ഓരോന്ന് ആലോചിച്ച് ചിരിക്കുന്നത്. पिक्चर के दौरान वह आज और दिनों से भी अधिक ठहाके लगा रही थी. पास बैठे आदमी की सूरत तो अंधेरे में नहीं दिख रही थी, पर हंसने में वह उससे 2 कदम आगे ही था. അപ്പോൾ ഇന്നാണെങ്കിൽ സാധാരണ ഈ പിക്ചർ കാണുമ്പോൾ ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ചിരിയാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടറിന് വരുന്നത്. ടഹാക്കെ ലഗാക്കർ ഹസ് രഹി തീ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററിന്റെ ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ ഫേസ് കാണാനില്ല. പക്ഷെ ഈ ലേഡിക്ക് മനസ്സിലായി അടുത്തിരിക്കുന്ന ആള് ചിരിക്കുന്ന കാര്യത്തില് തന്നെക്കാളും മുന്നിലാണ്, 2 അടി മുന്നിലാണെന്ന് മനസ്സിലായി. अदाकार की एक बेचारगी की मुद्रा पर वे दोनों इतनी जोर से हंसे कि उनके हाथ आपस में टकरा गए. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ വളരെ ഇങ്ങനെ നിസ്സഹായനായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇടാണ്. ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് ഇവർ രണ്ടുപേരും, അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറും അടുത്തിരിക്കുന്ന ആളും കൂടി ചിരിച്ചിരിച്ചിട്ട് രണ്ടാളുടെയും കൈ കൂട്ടിയിടിച്ചു. सॉरी कहने के विचार से एक दूसरे की ओर मुड़े, पर माफी मांगने की बजाय एक ठहाका और लगा गए. അപ്പോ സോറി പറയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്നു. എന്നിട്ട് വീണ്ടും നോക്കി ചിരിക്കുക എന്നല്ലാതെ സോറി പറയുകയൊന്നും ചെയ്തില്ല. उसके बाद हर बार यही हुआ. हंसी आने पर अनायास वे एक दूसरे को देखते और फिर മിൽക്കർ ഹസ്തേ. അപ്പം ചിരി വരുന്ന സമയത്ത് പിന്നീട് എന്താണ് ഉണ്ടായത്, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്നിട്ട് ചിരിക്കും, രണ്ടാളും കൂടി ചിരിക്കും. അങ്ങനെയായി ബാക്കി മൂവിയിലുടനീളം പിന്നീട് ഇങ്ങനെയായി കാര്യങ്ങൾ. पिक्चर समाप्त होने पर वे साथ साथ बाहर निकले तो देखा 4:30 बजे ही കാഫി അന്ധേര ഹോ ചലാ ഹെ. അപ്പം പിക്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് 4:30 ആയിട്ടുള്ളൂ സമയം, പക്ഷെ ഒരുപാട് ഇരുട്ടായിരിക്കുന്നു. ആകാശ് യോ തനാ ഖടാ ഹെ കി ബസ് അബ് ബർസ. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പെയ്യും, ഇപ്പൊ മഴ പെയ്യും എന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. കിത്നാ സുഹാവ്ന ദിൻ ഹെ ഉസ്നെ അപ്നെ പടോസി സെ കഹ. ഇന്ന് എന്തൊരു നല്ല ദിവസമാണ് എന്ന് ഈ ലേഡി അടുത്തുള്ള ആളോട് പറയാണ്. സുഹാവ്ന ഉസ്നെ കുച്ച് അച്രജ് മേ കഹ യാ ബേരംഗ്. ഓ, ഇന്ന് സുഹാവ്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഡേ ആണോ എന്നിങ്ങനെ ആശ്ചര്യത്തോട് ചോദിക്കുകയാണ്. ഇന്ന് അത്ര നല്ല ദിവസമാണോ? ഇന്നൊരു ബേരംഗ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ദിവസമല്ലേ? കാരണം ഇങ്ങനെ ഇരുട്ട് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിക്കുന്നത്. ഹാ കിത്ന സുഹാവ്ന ബേരംഗ് ദിൻ ഹെ. അപ്പൊ ഈ ലേഡി പറയാണ്, അതെ ഇന്ന് എന്തൊരു നല്ല കളർലെസ് ആയിട്ടുള്ള ദിവസമാണ്. വ ഹസ്പട സമജ്താ ഹൂ യഹാ സൂരജ് തോ റോസ് ഹി നിക്കൽത്താ ഹെ. അപ്പോ അയാൾക്കാണെങ്കിൽ ഇത് കേട്ടപ്പോ ചിരി വന്നു. പറയാണ്, എനിക്ക് മനസ്സിലായി സൂര്യൻ എന്നും ഇവിടെ ജ്വലിച്ചു നിൽക്കുന്നതാണല്ലോ. पर धुंध कभी कभी होती है 8 महीने में आज पहली बार उसने कहा. പക്ഷേ മഴ എപ്പോഴെങ്കിലും ഒക്കെയാണ് വരുന്നുള്ളൂ. ഇപ്പം 8 മാസത്തിൽ ഒരിക്കലാണ് മഴ പെയ്തേക്കുന്നത്. അതും ഇന്ന് ആദ്യമായിട്ടാണ് 8 മാസത്തിന് ശേഷം മഴ പെയ്യുന്നത്. और अब मानसून शुरू हो जाएगी. അപ്പോൾ ഇനിയിപ്പോ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യാണല്ലോ എന്ന് ചോദിക്കുകയാണ്. हाँ आज खूब बरसेगा उसने कहा और अनायास ही കോഫി പിയേങ്കി. അപ്പോൾ ഇന്നാണെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചോദിച്ചു, കോഫി കുടിക്കുന്നുണ്ടോന്ന്. ജറൂർ, ഷ്വർ പറയാണ്. हल्की हल्की फुहार पड़नी शुरू हो गई तो दोनों भागकर सामने वाले रेस्तरां में जा घुसे. അങ്ങനെ ചാറ്റൽ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഹൽക്കി ഫുഹാർ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ.
പെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴും രണ്ടുപേരും ഓടി പെട്ടെന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി. उसने बाल झटक दिए और बोली आपका छाता कहाँ है. അപ്പം ഈ ലേഡി മുടിയൊക്കെ ഇങ്ങനെ കുടഞ്ഞിട്ട് പറയാണ് നിങ്ങളുടെ ഛാത്ത കുട എവിടെയാണ്. ഛാത്ത हाँ आप लोग हमेशा छाता साथ नहीं रखते. അപ്പോൾ കുടയോ എന്ന് ചോദിക്കാണ്. അല്ല നിങ്ങൾ എപ്പോഴും കയ്യിൽ ഒരു അംബ്രല്ല വെക്കുമല്ലോ. വഹ് ठहाका मारकर हंस पड़ा. इंग्लैंड में उसने कहा. അപ്പോൾ അയാളാണെങ്കിൽ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങി. ഇംഗ്ലണ്ടിലോ എന്ന് ചോദിക്കുകയാണ്. कॉफी मंगवाकर दोनों सामने काले पड़े समुद्र को देखते देखते अपने अपने ഖ്യാലോ മേ ഖോ ഗയേ. അപ്പം കോഫി കുടിച്ചുകൊണ്ട് രണ്ടുപേരും മുന്നിലുള്ള ആ കറുത്ത സമുദ്രത്തെ നോക്കിക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഉസ്കി ആവാസ് സുൻകർ വ ചോക്കി ആപ് ക്യാ സോച്ച് രഹി ഹെ. അപ്പം ഈ ലേഡി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആളുടെ ശബ്ദം കേട്ടിട്ട് ഞെട്ടി. എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ജാൻനെ കെ ലിയെ പെന്നി കാ ഖർച്ച കർനെ കോ തയ്യാർ ഹൂം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പെന്നി തരാം എന്ന് പറയാണ്. ദീജിയെ ഉസ്നെ ഹസ്കർ കഹാ. എന്നാൽ തരൂ എന്ന് പറയാണ്, ചിരിച്ചുകൊണ്ട് പറയാണ്. ഉസ്നെ നിഹായത്ത് संजीदगी के साथ जेब में हाथ डाला और एक पेनी आगे बढ़ा दी. അപ്പം അയാൾ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു പെന്നി എടുത്തിട്ട് ഈ സ്ത്രീയുടെ നേരെ നീട്ടി. ഉസ്നെ उसे उठाकर हथेली में बंद कर लिया. അപ്പോൾ ഈ ലേഡി അത് എടുത്തു. बताना सच सच होगा. मैं सोच रही थी यदि समुद्र में कूद पड़ूं तो कितनी दूर तक अकेली तैर सकूंगी और आप क्या सोच रहे थे पर पेनी नहीं दूंगी. അപ്പോൾ ഇയാൾ ഈ പെന്നി കൊടുത്തിട്ട് പറഞ്ഞു പറയുന്നത് സത്യമായിരിക്കണം എന്ന്. അപ്പോൾ ഈ ലേഡി പറയാണ് ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ചാൽ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എത്ര ദൂരം എനിക്ക് ഒറ്റയ്ക്ക് നീന്താൻ പറ്റും എന്നാണ്. തേർ സക്ന എന്ന് വെച്ചാൽ എന്താണ്, നീന്താൻ പറ്റുന്നതാണ് ഞാൻ ആലോചിച്ചത്. അപ്പം നിങ്ങൾ എന്താണ് ആലോചിച്ചത് എന്ന് പറയൂ. പക്ഷെ ഞാൻ പെന്നിയൊന്നും തരില്ല, പൈസ ഒന്നും തരില്ല അത് കേൾക്കാൻ വേണ്ടിയിട്ട്, എന്നാലും എന്നോട് പറയണം എന്ന്. उसने मुट्ठी को और कसकर बंद कर लिया जैसे किसी आत्मीय का दिया उपहार. ഏതോ ഒരു ആത്മീയമായ വ്യക്തി നൽകിയ ഒരു പ്രസന്റ് ആണെന്നുള്ളത് പോലെ ആ പെന്നി മുറുക്കെ പിടിച്ചു. ബുറാ തോ നഹി മാനോഗി ഉസ്നെ പൂച്ച. അപ്പം അയാൾ ചോദിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിനെ തെറ്റായ രീതിയിൽ എടുക്കൂ. നഹി ഉസ്നെ കഹ തോ ദിയ പർ ദിൽ ബാറ്റ് ഗയ ബസ് അബ് വഹി ഗിസി പിട്ടി ആഷിക്കാന ബാത്തേ ശുരു ഹോ ജായെങ്കി. അപ്പം ഈ ലേഡി പറഞ്ഞു ഇല്ല ഞാൻ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും എടുക്കില്ല. പക്ഷെ ആ ലേഡിയുടെ മനസ്സിലൊരു വിഷമം തോന്നി. ഓ ഇനിയിപ്പോൾ ആസ് യൂഷ്വൽ ആ ഗിസി പിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ട് മടുത്തിട്ടുള്ള ആഷിക്കാന ബാത്തേ, അതായത് ഇങ്ങനെ ഫ്ലേർട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. मैं सोच रहा था बारिश बढ़ जाने पर यहाँ से वोरली तक का टैक्सी का भाड़ा कितना लगेगा. അപ്പോൾ സത്യത്തിൽ അയാൾ ആലോചിച്ചത് ഫ്ലേർട്ട് ചെയ്യണതിനെ കുറിച്ചിട്ടൊന്നും ആയിരുന്നില്ല. അയാൾ ആലോചിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഈ മഴ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും വോർലിയിലേക്കുള്ള ടാക്സിയുടെ എമൗണ്ട് എത്രയായിരിക്കും എന്നാണ്, ടാക്സി ഫെയർ എത്രയായിരിക്കും എന്നാണ്. വ ജോർ സെ ഹസ് പടി ദുർഭാവന സെ നഹി ഹർഷ് കെ അതിരേക് സെ. അപ്പോൾ ഈ ലേഡിക്ക് പെട്ടെന്ന് ചിരി വന്നു. എന്നുവെച്ചാൽ മോശമായിട്ട് ചിന്തിച്ചിട്ടല്ല, സന്തോഷം കൊണ്ടാണ് ചിരി വന്നത്. മുझे रास्ते में छोटे जाएंगे तो आधा उसने हंसकर कहा. ഓ എന്നെ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ പകുതി ഫെയർ ഞാൻ എടുത്തോളാം എന്ന് പറയാണ്. बहुत खूब उसने यह भी नहीं पूछा कि वह कहाँ रहती है. അപ്പോൾ ശരി അങ്ങനെ ചെയ്യാമെന്ന് പറയാണ്. പക്ഷെ അയാള് ചോദിച്ചത് പോലും ഇല്ല ഈ ലേഡി എവിടെയാണ് താമസിക്കുന്നത് എന്ന്. उसे लगा वह जीवन में पहली बार ऐसे इंसान के साथ बैठी है जो यह नहीं जानना चाहता कि उसके पति है या नहीं और है तो क्या काम करते हैं. അപ്പോൾ ഈ ലേഡി വിചാരിക്കുകയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. അയാൾക്ക് ഞാൻ മാരീഡ് ആണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല, ഇനിയിപ്പോൾ മാരീഡ് ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. समुद्र के जल पर गिरती वर्षा की बूंदें कितनी अच्छी लगती है. हाँ फिर दोनों कुछ देर चुप रहे. അങ്ങനെ അവർ പറയാണ് ഓ ഈ സമുദ്രത്തിലേക്ക് മഴത്തുള്ളികൾ വന്ന് വീഴുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല, സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. പ്രശാന്ത് മഹാസാഗർ पर
जब जहाज जाता है तो उसके अग्रभाग से चिरता जल चांदी के समान ചമക്നെ लगता है उसने कहा. ഈ പസഫിക് ഓഷ്യനിലൂടെ ഇങ്ങനെ ജഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ അഗ്രഭാഗത്ത് നിന്നും ഇങ്ങനെ തെറിക്കുന്ന വെള്ളത്തുള്ളികള് ചാന്ദിക്ക് സമാൻ ചമക്നെ लगता है, വെള്ളി സിൽവർ പോലെ തിളങ്ങാനായിട്ട് തുടങ്ങും എന്ന് പറയാണ്. क्यों? शायद ഫോസ്ഫോറസൻസ് के कारण आपने कभी नहीं देखा. അപ്പൊ എന്താണ് കാരണം ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ഫോസ്ഫോറസൻസ് കാരണമായിരിക്കും എന്ന് പറയാണ്. ഇതൊക്കെ അങ്ങനത്തെ ഒരുപാട് ഫിനോമിനൻ ഉണ്ടല്ലോ, ഫോസ്ഫോറസൻസ്, ബയോലുമിനസൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫിനോമിനൻ കാരണമായിരിക്കും എന്ന് പറയാണ്. നെഹി മോക്ക മിലേ തോ ദേഖിയേഗ. അപ്പം ഇല്ല, ഞാൻ മുന്നേ കണ്ടിട്ടില്ല, ഞാൻ മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് കാണണം എന്ന് പറയുന്നു. आप बहुत घूमे हैं, उसने हल्की ईर्ष्या के साथ पूछा. അപ്പം നിങ്ങൾ ഒരുപാട് ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് കുറച്ച് ഒരു ഈർഷ്യയോട് കൂടി ചോദിച്ചു, കുറച്ചൊരു അസൂയയോട് കൂടി ചോദിക്കുകയാണ്. ബഹത് അതിഥി യാദ് കർക്കെ മുസ്കുരാ രഹാ ഥാ. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ അതിഥി എന്തോ ആലോചിച്ച് ചിരിക്കുകയാണ്. സബ്സെ അച്ഛി ജഗ കോൺസി ലഗി. അപ്പോൾ എവിടെയാണ് പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. ജബ് ജഹാ ഹുവ. അപ്പോൾ ഈ ആള് പറയാണ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലേസ് അല്ല, ഞാൻ എപ്പോൾ എവിടെയാണോ ഉള്ളത് ആ പ്ലേസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വ हिचकिचाहट के साथ मुस्कुराया. पता नहीं वह समझे या ना समझे, पर वह सहमति स्वरूप सिर हिलाकर मुस्कुरा दी. അപ്പോ ഈ അതിഥി ഇങ്ങനെ ഒന്ന് ഹിച്കിച്ചാഹട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തിട്ട് ചിരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് അയാൾക്ക്. उसने देखा कॉफी समाप्त हो गई है और बैरा बिल लिए चला आ रहा है. बाहर वर्षा थमने वाली है, धुंध भी छट रही है, नहीं धुआंधार नहीं बरसेगा. वह संकेत झूठा निकला. अब धुंध हट जाएगी और वहीं തേജ് പ്രകാശ് വാല സൂര്യ നിക്കലായേഗ. അപ്പൊ ഇവരിങ്ങനെ കോഫി കുടിച്ച് തീർന്നു. ആ സമയത്ത് നോക്കിയപ്പോൾ ബാര വെയിറ്റർ എന്താണ് ബില്ലായിട്ട് വരുന്നുണ്ട്. മഴ നിൽക്കാറായി, ഇങ്ങനെ ഈ മൂടിക്കെട്ടൊക്കെ മാറി തുടങ്ങി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇനി ഫുള്ള് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കില്ല, ഇനി മഴ അവര് വിചാരിച്ച അത്ര കാര്യമായിട്ട് പെയ്യില്ല, കുറച്ചു കഴിഞ്ഞാല് സൂര്യപ്രകാശം വരാനായിട്ട് തുടങ്ങും എന്ന്. ബിൽ ആനെ പർ ഉസ്നെ സ്വയം ഉഠാ ലിയ, കഹാ ന്യോത്ത മേരാ ഥാ. ബില്ല് വന്നപ്പോൾ നമ്മളുടെ സെൻട്രൽ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ആ ലേഡി ആ ബില്ലെടുത്തു. എന്നിട്ട് പറഞ്ഞു ഇൻവിറ്റേഷൻ എൻ്റെ ആയിരുന്നു. ആ ലേഡിയാണ് ഇൻവൈറ്റ് ചെയ്തത്, അപ്പോൾ ബില്ലും കൂടെ ലേഡി തന്നെ പേ ചെയ്തോളാം എന്ന് പറയാണ്. अदिति ने कोई बहस नहीं की. शुक्र है. उसने सोचा कहीं हर पुरुष के समान पैसे देने की जिद करने लगता तो सब कुछ बिखर जाता. അപ്പം അതിഥി ആണെങ്കിൽ അങ്ങനെ എന്താ പറയാ, തർക്കിക്കാനൊന്നും പോയില്ല. ബഹസ് കർണാന്ന് വെച്ചാൽ തർക്കിക്കുക. അപ്പോ ഈ ലേഡി മനസ്സിൽ വിചാരിക്കുകയാണ്, ഹോ സമാധാനം, ശുക്ർ ഹെ എന്ന് വെച്ചാൽ സമാധാനം എന്നാണ്. ഉസ്നെ സോച്ചാ കഹി ഹർ പുരുഷ് കെ സമാൻ, സാധാരണ പുരുഷന്മാരെ പോലെ ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ സമാധാനം ഉണ്ട്. ഇല്ലെങ്കിൽ എല്ലാം പൊട്ടി തകർന്നു പോയേനെ. ബിഖർന എന്ന് വെച്ചാൽ സ്കാറ്റർ ചെയ്യുക, തകരുക, പൊട്ടിച്ചിതറുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. സിദ് വാശി പിടിക്കുക. ഈ ലേഡിയും സാധാരണ സ്റ്റീരിയോട്ടിപ്പിക്കൽ ലേഡീസിൽ നിന്നും ഡിഫറെന്റ് ആണ്. കാരണം അവര് സാധാരണയിൽ പേ ചെയ്യുന്നില്ല. ഈ പുരുഷനും എന്താണ് മറ്റു പുരുഷന്മാരിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഇവർക്ക് ബില്ല് സ്പ്ലിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പേ ചെയ്യാനൊക്കെ തയ്യാറാണ്. സാധാരണ നടക്കുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മറ്റുള്ളവർ അല്ലെങ്കിൽ പേ ചെയ്യുന്ന ലേഡീസ് ഇല്ല എന്നല്ല പറയുന്നത്. യൂഷ്വൽ ഒരു സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. टैक्सी लेकर चले ही थे कि घर आ गया. उतरते उतरते पैसे निकालने लगी तो उसने कहा रहने दीजिए. അപ്പം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിന്റെ ബില്ല് പേ ചെയ്തതിന് ശേഷം എന്താണ് ടാക്സിയിൽ കയറിയിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഈ ലേഡിയുടെ വീടാണ് വന്നത്. അവരവിടെ ഇറങ്ങിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അതിഥി പറയാണ് രഹനെ ദീജിയെ, സാരല്ല വേണ്ട. ക്യോं? उसके माथे पर शिकन पड़ गई. അപ്പം
എന്താ വൈ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ആ ലേഡിയുടെ നെറ്റിയിലെ ചുളിവുകൾ വീഴാൻ വേണ്ടി തുടങ്ങി. ഷിക്കൻ പടന, ചുളിവുകൾ വീഴുക. ആജ് കാ ദിൻ മേരെ ലിയെ കാഫി കീംതി രഹാ ഹൈ കാസെ. അപ്പൊ അയാൾ പറയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ കീംതി എന്ന് വെച്ചാൽ വാല്യുബിൾ ആയിട്ടുള്ളതായിരുന്നു. കാസെ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. मैंने आज से पहले किसी को हरी बिंदी लगाए नहीं देखा, उसने स्निग्ध स्वर में कहा. वह जरा टिटकी की टैक्सी चल दी. कुछ दूर जाकर आंखों से ओझल हो गई. അപ്പം അയാൾ പറയാണ്, ഇന്ന് എനിക്ക് വാല്യുബിൾ ആയ ദിവസമായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ആരെയും ഒരു ഹരി ബിന്ദി ഇട്ട് കണ്ടിട്ടില്ല, പച്ച പൊട്ട് തൊട്ട് ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ അത് ആലോചിച്ചിട്ട് ഈ ലേഡി ചിരിച്ചു. അപ്പോഴേക്കും ടാക്സി എടുത്ത് പോയിരിക്കുന്നു. അപ്പം ഹരി ബിന്ദി തൊട്ടിട്ടുള്ള ആരെയും കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ലിറ്ററൽ മീനിങ് അല്ല അവിടെ എടുക്കേണ്ടത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ അയാൾ മുൻപ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഹരി ബിന്ദി എന്ന് പറയുന്നത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇംപ്ലൈസ് എ ചേഞ്ച് ഇൻ മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത്. ആൾക്കാരുടെ മൈൻഡ് സെറ്റിലുള്ള ഒരു ചേഞ്ചിനെയാണ് ആ ഒരു ഹരി ബിന്ദി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സമ്മറി നോക്കാം. हरी बिंदी ഭാരതീയത की छाप छोड़ती दो अजनबियों की कहानी है. ഭാരതീയതയെ സൂചിപ്പിക്കുന്ന രണ്ട് അജ്നബികൾ, അജ്നബി എന്ന് വെച്ചാൽ രണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ ഒരു സ്റ്റോറിയാണ്. विदेश में पति की अनुपस्थिति में समय काटती महिला यूं ही बिना चिंता किए कि कहाँ जाएगी निकल पड़ती है. അപ്പം ഹസ്ബൻഡുമായിട്ട് ഒരു ഫോറിൻ കൺട്രിയിൽ താമസിക്കുന്ന ഒരു ലേഡി തന്റെ പതിക്ക് അനുപസ്ഥിതിമേ, പതി അവിടെ ഇല്ലാത്ത സമയത്ത് എവിടേക്കാണ് പോകേണ്ടത് എന്നൊരു ഐഡിയ ഇല്ലാതെ ഒന്ന് പുറത്തു പോവാണ്. യഹ് ഏക് പ്രകാർ കാ അജീബ് ഖാലിപ്പൻ ഹെ ജിസ്മേ ന ചിന്ത ഹെ ന ഉദാസീനത ഓർ ന ഉത്സാഹ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, അജീബ് എന്ന് വെച്ചാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഖാലിപ്പൻ. ഖാലിപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ശൂന്യത, അതിനാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതില് ന ചിന്ത ഹെ ന ഉദാസീനത ഓർ ന ഉത്സാഹ്, ഉത്സാഹമോ വിഷമമോ അല്ലെങ്കിൽ മറ്റ് വറീസോ ടെൻഷനോ ഒന്നും ഇല്ലാത്ത ഒരു തരം ഖാലിപ്പൻ ആണിത്, ശൂന്യതയാണ്. एक अजीब स्थिति में वह क्षणों को समेटती है और बिना सोचे समझे फिल्म देखने चली जाती है. ഇങ്ങനെയുള്ള ഒരു മൊമെന്റില് ഒന്നും ആലോചിക്കാതെ കാര്യമായിട്ടൊന്നും ചിന്തിക്കാതെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഈ ലേഡി പോകുന്നു. വഹാ कॉमेडी फिल्म देखकर वह हंसती है और उसी के बगल बैठा दूसरा अजनबी अपनी रो में हंसता है. അപ്പം ഒന്നും ആലോചിക്കാതെ ആ കോമഡി ഫിലിം കണ്ടിട്ട് ഈ ലേഡി ചിരിക്കുകയാണ്. അങ്ങനെ ലേഡിയുടെ അപ്പുറത്തിരിക്കുന്ന ആളും അയാളുടെ തന്നെ ഒരു ലയത്തിലാണ്, അയാളും ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. दोनों एक दूसरे को नहीं जानते पर अज्ञात कारणों से सहज मित्र होते हैं. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പരിചയമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു അജ്ഞാതമായ കാരണം കൊണ്ട് അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നു. पुरुष भी इधर उधर की बातें करता है. दोनों एक दूसरे को पहचानते नहीं, ना पहचान की कोशिश करते हैं पर മിത്ര ബൻ ജാത്തെ ഹെ. അപ്പൊ ഇവര് പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊന്നല്ല സംസാരിക്കുന്നത്, ഇങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ജനറൽ ആയിട്ട് സംസാരിക്കുന്നു. രണ്ടുപേരും ഓപ്പോസിറ്റുള്ള ആളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുമില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും അവര് പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ്. जिसमें कोई आकर्षण नहीं है, അതില് പ്രത്യേകിച്ച് ഒരു ആകർഷണം ഒന്നുമില്ല. उसे अचंबा होता है कि यह कैसा आदमी है जिसे ना परिचय जानने की इच्छा है ना पहचान बढ़ाने की, फिर भी क्यों इतना सहज आत्मीय प्रतीत हो रहा है. അപ്പൊ ഈ ലേഡി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് എന്തൊരു മനുഷ്യനാണ്, ഇയാൾക്ക് എന്താണ് എൻ്റെ പേഴ്സണൽ അഫയേഴ്സിനെ കുറിച്ച് അറിയണ്ട, എന്നെ കുറിച്ച് കാര്യമായിട്ട് എൻ്റെ അഡ്രസ്സ് ഒന്നും അറിയണ്ട, എന്നെ കുറിച്ച് ഒന്നും അറിയണ്ട, എന്നാലും എന്തോ ഒരു इंटीमेसी ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. अंत में विलग होते समय वह कहता है, मेरे लिए आज का दिन बहुत कीमती रहा. मैंने पहली बार किसी को हरी बिंदी लगाए देखा. उसे अब पता चला कि वह आकर्षण क्यों था. അപ്പം
ലാസ്റ്റിൽ അയാൾ പറയാണ്, ഇന്ന് എൻ്റെ ലൈഫിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഹരി ബിന്ദി തൊട്ട വ്യക്തിയെ, ഒരു സ്ത്രീയെ കാണുന്നത്. ഉസേ അബ് പതാ ചലാ കി യഹ് ആകർഷൺ ക്യോं ഥാ. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഈ ഒരു ആകർഷണം എന്തുകൊണ്ടായിരുന്നു എന്ന്. ഇത്രയാണ് സമ്മറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഹരി ബിന്ദി എന്ന് പറയുന്നത് ഒരു ഡിഫറൻസിനെയാണ് കാണിക്കുന്നത്. കാരണം ഇപ്പം മോസ്റ്റ്ലി ഇതിൽ കാണിക്കുന്നത് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സാധാരണയിൽ ഒരു ലേഡി ഒറ്റയ്ക്ക് മൂവിക്ക് പോകുന്നില്ല. ഇനി പോയാൽ തന്നെ അവിടെ വെച്ചിട്ട് ആരെയും കാര്യമായിട്ട് പരിചയപ്പെടുന്നില്ല, അതൊരു സ്ട്രേഞ്ചറിനെ പരിചയപ്പെടുന്നില്ല. എന്നിട്ട് പിന്നെ അവരുടെ അടുത്ത് പോകുന്നു, സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു, എന്നിട്ട് ഒരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂഷ്വലി നടക്കുന്നതല്ല. പക്ഷെ ഇതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ആ ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റിനെയാണ് ഈ ഒരു ഹരി ബിന്ദി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.